എല്ലാവർക്കും ഇതിൻ്റെ വിശേഷം. ഇതൊരു എന്താ പറയുക, പ്രത്യേകിച്ച് ഒരു വീഡിയോ കാണിക്കാൻ മാത്രമുള്ള വീഡിയോസ് ഒന്നുമില്ല. ഞാൻ ചുമ്മാ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മുടെ വീട് താമസമൊക്കെ കഴിഞ്ഞു എന്ന് നമുക്കറിയാലോ, നമുക്കല്ല നിങ്ങൾക്കറിയാലോ. അപ്പോൾ സെപ്റ്റംബർ 12-ാം തീയതി നമ്മുടെ വീഡിയോസൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പണികൾ മുഴുവൻ തീർന്നിട്ടില്ല. അപ്പോൾ പണികൾ ഇനി കുറച്ചധികം ബാക്കിയുണ്ട്. അപ്പോൾ ഒക്ടോബർ 6 അല്ലെങ്കിൽ ഒക്ടോബർ 2-ാം തീയതിക്ക് കഴിയുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ബാക്ക് സൈഡിലുമായിട്ട് നമ്മൾ സ്നേഹമതിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഗേറ്റിൻ്റെ പണി നടക്കുന്നു. വീടിൻ്റെ അകത്ത് കുറച്ചധികം പണികളുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. പിന്നെ നമ്മൾ ഓണവും ഓണവും ഇതെല്ലാം അടുപ്പിച്ചായതുകൊണ്ട് ഒറ്റ തിരക്കിൽ ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് അവിടെ എന്തെൻ്റെ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. കുട്ടികൾക്ക് ക്ലാസ് തുടങ്ങിയെന്ന് എനിക്കറിയാം. അപ്പോൾ തിങ്കളാഴ്ചയായിട്ട് വെക്കേഷനൊക്കെ കഴിഞ്ഞുല്ലോ. അപ്പോൾ എന്തായിരുന്നു, എവിടെയെങ്കിലുമൊക്കെ ടൂറൊക്കെ ആയിട്ട് പോയിരുന്നു, പ്ലാൻ ചെയ്തിരുന്നു എന്നൊക്കെ പറയാം. എനിക്ക് ഒരിടത്ത് പോകാൻ നേരം കിട്ടിയില്ല. ഇനിയും അടുത്ത ഫംഗ്ഷൻ വരുമ്പോൾ നമുക്ക് അതിൻ്റെതായ തിരക്കും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റായിട്ട് ഒരു ഡ്രസ്സ് സെറ്റ് ചെയ്യണം. കാരണം ഫംഗ്ഷന് നമ്മളൊരു സെറ്റ് മുണ്ടാണല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനത് അക്കരയിൽ നിന്നാണ് കേട്ടോ എടുത്തത്. ആ സെറ്റ് മുണ്ട് അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കുറേ പേര് ചോദിച്ചിരുന്നു അവിടെ നിന്നാണ് വാങ്ങിയെന്ന്. അപ്പോൾ ഞാൻ അക്കര എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. 950 രൂപയെ വന്നുള്ളൂ. നല്ല സെറ്റ് മുണ്ടായിരുന്നു. അപ്പോൾ അതുപോലത്തെ ഒരെണ്ണം കൂടെ എന്തെങ്കിലും സെറ്റ് മുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഡ്രസ്സ് സെറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നു. റെൻറ്റിന് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യും. കാരണം ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരുപാട് കോസ്റ്റ്ലി. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ചിലവിൽ കൂടെയാണല്ലോ കിടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു എക്സ്പെൻസ് വരുത്തണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ, എൻ്റെ വിശേഷങ്ങൾ അങ്ങനെയൊക്കെയാണ്. നിങ്ങളുടെ വിശേഷം എന്താണെന്നൊക്കെ പറയാം. വേറെ ഒന്നുമില്ല, ഒരു സന്തോഷം. ഓണമൊക്കെ കഴിഞ്ഞല്ലോ. ഇപ്പോൾ നല്ല റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ ഇത്തിരി ഒന്ന് മഴക്കാറൊക്കെ വെച്ചിട്ടുള്ളൊരു അന്തരീക്ഷം കേട്ടോ. ചെറിയൊരു കാറ്റൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്.